എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിൻ്റെ ഒരു താരങ്ങളെ കുറിച്ചുള്ള സബ്ജക്റ്റ് ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ വിചാരിച്ചത് ഞാൻ അത്ര മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട് എൻ്റെ അവസ്ഥ. ബേസിക്കലി ഇപ്പം അതോടനുബന്ധിച്ച് ഇപ്പം ഒരു പ്രൊഡ്യൂസർ, ഇപ്പം നമുക്കറിയാം മാർക്കോ പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസർ കൂടെയാണ്. ഇപ്പം എന്താണ് താരങ്ങൾ യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിൻ്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതലും തൂക്കം കൊടുക്കുന്നത്. ഇപ്പം മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം, അതിൻ്റെ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു തടരുന്ന അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. മീൻസ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നീട് അപ്പോൾ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് ഒന്നൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. പിന്നെ പ്രൊഡ്യൂസറുടെ സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അതെൻ്റെ അവകാശങ്ങൾ, എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഞാൻ നടനും പ്രൊഡ്യൂസറും അതില്ല, എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. അത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഇതിലൊരു റൂൾ ബുക്ക് ഇല്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ ചെയ്യണം. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനാണെന്നുണ്ട്. പ്രൊഡക്ഷൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്, അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിഖില, എല്ലാവരും ആക്ടിങ് വോട്ടെവർ ഇട്ട് ഏത് പ്രൊഫഷനാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ്. പിന്നെ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാണാൻ വേണ്ടി. ഒരു 5 വർഷമായിട്ട് പറയുന്നത്. നിഖിലയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? താരങ്ങൾ പ്രതിഫലം യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടതുണ്ടോ? ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നല്ല പറയുന്നത്. ഈ പറഞ്ഞ പോലെ അവരൊരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ജനറലി ഉള്ളത്. എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നത് നല്ലത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പ്ലാനില്ല? പൈസ കിട്ടില്ല. ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്. പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ പേരാണ് യശോദ എന്ന മൂവിയിൽ കോർ ഇതല്ല എങ്കിലും കണ്ടന്റ്, പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പോൾ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല, എനിക്ക് ഇപ്പോൾ എടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. ഞാൻ യശോദയിൽ നമ്മൾ വേറെ കൈൻഡ് ഓഫ് സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തില്ല. ശരിയാണ്. പക്ഷേ ഇതൊരു ഗൈനാക് മെയിൻ ഗൈനാക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നത് കറക്റ്റാണ്. പക്ഷേ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ
സിനിമയുടെ എനിക്ക് എപ്പോഴും തോന്നുന്നു ആക്ഷൻ തോന്നുന്നു